താങ്കളിലേക്ക് വീണ്ടും ചർച്ചയിലേക്ക് മടങ്ങി വരും. ഇപ്പോൾ ടാൽഡ്രോപ്പ് കമ്പനിയിലെ ജീവനക്കാരനും ഡെവലപ്പറുമായ ശ്രീ അഭിനന്ദ് PN കൂടി നമുക്ക് ചേരും. ശ്രീ അഭിനന്ദ്, ഇപ്പോൾ അഭിനന്ദിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ദീപക്, ഈ നേരത്തെ നമ്മുടെ ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ എങ്ങനെയാണ് ഈ കമ്പനികൾക്ക് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായി ഒരൊറ്റ മെഗാഫോൺ പറച്ചിലൂടെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കഴിയുന്നത്? ന്യായങ്ങൾ പലതുണ്ടാകാം, കാലത്തെക്കുറിച്ച് പറയാം. പക്ഷേ അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നതിനൊരു നിയമ സംവിധാനം നോക്കുകുത്തിയാകുന്ന ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ ഇവിടെ ഇല്ലേ? അതല്ലേ പ്രധാന പ്രശ്നം? അതായത് നേരത്തെ മറ്റൊരാൾ സംസാരിച്ചതുപോലെ ഈ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡ് വന്നതായിരിക്കണം ഈ പുതിയ കമ്പനികൾക്കെല്ലാം ഇത്തരത്തിലൊരു ദിവസം മുൻകൂർ നോട്ടീസ് ഒന്നും കൊടുക്കാതെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത്. ഇപ്പൊ 2020 കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ഒരു 4 ലേബർ കോഡ് വരുന്നത്. അതിൽ IR കോഡ് എന്ന് വിളിക്കുന്ന കോഡിന്റെ 9ാമത്തെയും 10ാമത്തെയും ചാപ്റ്ററിലാണ് ഈ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നത്. അതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ 100 തൊഴിലാളികൾ ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് മുൻകൂർ അനുവാദം വേണ്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത് പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ 300 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരുടെ പിരിച്ചുവിടാൻ കഴിയില്ല. അവരെ 300 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രം, അതിന് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന്റെ അനുവാദം വാങ്ങിക്കേണ്ടതുള്ളൂ. കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ലേബർ കോഡ് നടപ്പിലാക്കിയ പശ്ചാത്തലത്തിൽ കേരളം ലേബർ കോഡ് നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജസ്റ്റിസ് ഗോപാൽ ഗൗഡ കമ്മിറ്റിയെ നിയമിക്കുകയും അതിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇനി കേരളത്തിലെ ഈ ലേബർ കോഡിലെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിലവിലുള്ളത് 1964 ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആണ്. ആ ആക്ട് പ്രകാരം തൊഴിലാളികളെ ഇങ്ങനെ ഒരു മുൻകൂർ നോട്ടീസ് ഇല്ലാതെ പിരിച്ചുവിടാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അവർക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. ഈ കമ്പനികളെല്ലാം ഇപ്പൊ കോറോ ഹെൽത്തിന്റെ മാനേജ്മെന്റ് ഇവർ ആണെന്ന് ചിലർ പറയുന്നു, ചിലർ അവർക്ക് കമ്പനി നഷ്ടത്തിലാണെന്ന് പറയുന്നു. പക്ഷെ ഈ കമ്പനിയുടെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2025 ഏതാണ്ട് 24,000 കോടി രൂപയുടെ റവന്യൂ ഈ കമ്പനി നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഇവരുടെ ഓഫീസ് 2019 ആരംഭിച്ചിട്ടുള്ള ഇവരുടെ ഓഫീസ് ഏതാണ്ട് 500 കോടി കഴിഞ്ഞ വർഷവും ഇവർക്ക് വരുമാനമുണ്ട്. അപ്പൊ ഇത്രയേറെ വരുമാനമുള്ള ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് തൊഴിലാളികളെ വിൽക്കുന്നത് നഷ്ടമാണ് എന്ന രൂപത്തിൽ പറഞ്ഞ് തൊഴിലാളികളെ പിരിച്ചുവിടുന്നത്. ഇത് നേരത്തെ മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഒരു വൻകിട ലാഭം വരുന്നു, അതുകൊണ്ട് തൊഴിലാളികളെ പിരിച്ചുവിട്ടാൽ എല്ലാവരും അംഗീകരിക്കും എന്ന് ഒരു വ്യാജ പ്രചരണം നടത്തി തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണ്. നമുക്കറിയാം, വരുന്നതോടുകൂടി ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാളാണ്. മെക്കാനിക്കൽ സിമുലേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ അടക്കം AI സ്വാധീനമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കോഡിംഗ് രംഗത്തെല്ലാം വരുന്നതോടുകൂടി കോഡിംഗ് പൂർണ്ണമായും ക്ലോഡ് പോലുള്ള ടൂളുകൾ എടുക്കുന്ന പശ്ചാത്തലത്തിൽ പല IT ഭീമന്മാരും നിലവിൽ പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കമ്പനികളെല്ലാം തന്നെ വന്നതുകൊണ്ട് ഈ കമ്പനിയുടെ ലാഭത്തിൽ എന്തെങ്കിലും ഇടിവുണ്ടായി നമ്മളാരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വൻ ലാഭങ്ങൾ ഈ കമ്പനിയെല്ലാം കൊയ്യുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു പങ്ക് തൊഴിലാളികൾക്ക് വിധിച്ചു കൊടുക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കാം. ഇപ്പൊ കഴിഞ്ഞ വർഷം മാസങ്ങൾക്ക് മുമ്പാണ് കൊറിയയിലെ സാംസങ് ഇലക്ട്രോണിക് കമ്പനിയിലെ വർക്കേഴ്സ് വലിയ സമരം നടത്തിയത്. അവർ സമരം നടത്തിയതിന്റെ അടിസ്ഥാനം 18 ദിവസം അവർ സ്ട്രൈക്ക് നടത്തി. ആ സമരം വിജയിച്ചു. അതിന് അവരുടെ മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഈ സാംസങ് ഇലക്ട്രോണിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി ഈ വന്നതോടുകൂടി ചിപ്പ് നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ഏതാണ്ട് ആ കമ്പനിയുടെ വരുമാനത്തിൽ ഏതാണ്ട് 750% വർധനവ്, ഏതാണ്ട് 750% ഇൻക്രിമെന്റ് അവരുടെ വരുമാനത്തിലുണ്ടായി. പക്ഷേ അതിന്റെ എന്തെങ്കിലും ആനുകൂല്യം ആ തൊഴിലാളികൾക്ക് കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇപ്പോ വരുന്നു, തൊഴിലാളികളെ പിരിച്ചുവിടുന്നു അതുകൊണ്ടാണ് തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനിക്കാർ മൂലമുണ്ടാകുന്ന ലാഭം
അതിന്റെ മേൽക്കൈ കൊണ്ട് അതിന്റെ ആനുകൂല്യം പിൻപറ്റി ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ അതിന്റെ ആനുകൂല്യം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഇല്ല. പക്ഷേ ഈ തൊഴിലാളികൾ സമരം ചെയ്തതിന്റെ ഭാഗമായി വലിയ അഡീഷണൽ ബോണസും ഏതാണ്ട് 6% സാലറി ഇൻക്രിമെന്റും കൊടുത്തൊരു വാർത്ത ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് വന്നത്. അതുകൊണ്ട് തൊഴിലാളികളെ പിരിച്ചുവിടുന്നു എന്ന് ന്യായം പറയുന്ന കമ്പനികൾ മനസ്സിലാക്കേണ്ടത് അതേ സമയം തന്നെ തൊഴിലാളികൾ എയുടെ വരവോടുകൂടി ഉണ്ടാകുന്ന ലാഭത്തിന്റെ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വരുമ്പോ നമ്മളൊരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പഴയ ടെക്നോളജി മാറി പുതിയ ടെക്നോളജി വരുമ്പോൾ പല ജോലികളും ഇല്ലാതാവും. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നതോടുകൂടി ടൈപ്പ് റൈറ്റിംഗ് ഇല്ലാതായി. ദീപക്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AI വരുമ്പോഴും അവരുടെ ലാഭത്തിൽ കൂടുന്നു അല്ലാതെ കുറയുന്നില്ല. അത് വീതിച്ചു കൊടുക്കാൻ അതിൽ ലോകത്തെമ്പാടും മുതലാളിത്തം ആ രീതിയാണ് പരീക്ഷിക്കുകയും ചെയ്തത്. അതങ്ങനെയാണ് തുടരുകയും ചെയ്തത്.